ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത് കൊണ്ട് ഈ അഭിഷേകം തന്നെ നമ്മെ പഠിപ്പിക്കും. സദൃശവാക്യങ്ങൾ 1-ാം അധ്യായം 10 തൊട്ട് 11 വരെ, 13 തൊട്ട് 15 വരെയും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക. നാം രക്തത്തിനായി പതിയിരിക്കുക. നിർദോഷിയെ കാരണം കൂടാതെ പിടിക്കുവാൻ ഒളിച്ചിരിക്കുക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീട് കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും. നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും അരുത്. ഇങ്ങനെ ഒരു പ്രബോധനം നമുക്ക് ആരാണ് തരിക? ദൈവത്തിൻ്റെ ആത്മാവോട് ഇത്തരം ഘട്ടങ്ങളിൽ, ഇതിനോട് തുല്യമായ ഘട്ടങ്ങളിൽ നാം പാപത്തിൽ വീഴാതിരിക്കുവാൻ നമുക്ക് വേണ്ട സുബോധവും നല്ല ആലോചനയും തരുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്വന്തം പദ്ധതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവാത്മാവിനനുസരിക്കാൻ പറ്റില്ല. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറിയാൽ മതി എന്നുള്ള ഒരു സമർപ്പണമുള്ളവരെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുകയുള്ളൂ. കാരണം നമ്മുടെ പല ഇഷ്ടങ്ങളും നമ്മുടെ സ്വയത്തിൽ നിന്ന് ഉയരുന്നതും ദൈവത്തിന് വിരുദ്ധമായ ഇഷ്ടങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളെല്ലാം ബലികഴിക്കണം. ഇതാ പീലിപ്പോസ് വിജയകരമായൊരു ശുശ്രൂഷ ശമരിയയിൽ ചെയ്യുകയാണ്. എത്രയോ പേർ സുവിശേഷം കേൾക്കുന്നു, വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോകുക. അങ്ങോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഷണ്ടൻ തേരിൽ യാത്ര ചെയ്യുന്നു. അവനോട് ചേർന്ന് നടക്കുവാൻ, ആ തേരിനോട് ചേർന്ന് നടക്കുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശം കൊടുക്കുന്നു. പീലിപ്പോസ് അതനുസരിക്കുന്നു. ഷണ്ടൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. ഒരു സ്നാനവും നടക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ പൗലോസ് ബിഥുന്യയ്ക്ക് പോകാൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പോകരുത്. ആത്മാവ് തടുത്തു. പിന്നെ എങ്ങോട്ടാണ് പോയത്? തൻ്റെ പദ്ധതിയിൽ പെടാത്ത മാസിഡോണിയയിലേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ ഒരു സഭ ഉടലെടുത്തു. അതാണ് ഫിലിപ്പിയ സഭ. നാം ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കയ്യിലെ ഒരു ഉപകരണമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ടൂളല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയാണ് നിയന്ത്രിക്കേണ്ടത്. നാം അല്ല ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിന്, നമ്മൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുട നിവർത്തും. മഴ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട ചുരുക്കും, അല്ലേ? എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? നാം ദൈവത്തിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയാണ് നിയന്ത്രിക്കേണ്ടത്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. പരിശുദ്ധാത്മാവിനാലുള്ള നടത്തിപ്പ് ഏതെങ്കിലും സൂപ്പർ ക്രിസ്ത്യാനികൾക്ക് മാത്രം ബാധകമായതല്ല. അവരൊക്കെ വലിയ വലിയ പാസ്റ്റർമാരാണ്. അവരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കും. അവർ അങ്ങനെ ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കുന്നു. നോ, ഇതെല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ്. കാരണം ദൈവാത്മാവിനെ അനുസരിക്കാതെ നമുക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ചിലർ വിചാരിക്കും, ആരാലും അറിയപ്പെടാത്തൊരു വിശ്വാസിയാണ് ഞാൻ, അവരെയൊക്കെ എല്ലാ ദൈവമക്കളും അറിയും. എത്ര പ്രശസ്തരാണ്! പ്രശസ്തരാണോ അപ്രശസ്തരാണോ എന്നുള്ളതല്ല വിഷയം. നമ്മെ ആരും അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഏതാ പ്രാധാന്യമുള്ള കാര്യം? ഓരോ ദിവസവും നാം ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ടോ? പോപ്പുലാരിറ്റി അല്ല വിഷയം. ദൈവത്തിൻ്റെ ആത്മാവിനെ നാം അനുസരിക്കുന്നുണ്ടോ? അത് മതി. ചിലർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. എന്താണെന്നറിയോ? അവരെയൊക്കെ എല്ലാവരും അറിയും. കാരണം തീ പറക്കുന്ന ശുശ്രൂഷയല്ലേ കയ്യിലുള്ളത്. എനിക്കിതൊന്നുമില്ല, ആരും എന്നെ വിളിക്കാനാണ്, ശുശ്രൂഷിപ്പിക്കുന്നുമില്ല, ഒന്നുമില്ല. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു മാസത്തിലൊരിക്കൽ ഒരു കൺവെൻഷൻ സ്റ്റേജിൽ ശോഭിക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം.
അത് സ്വന്തം ഭവനത്തിലായാലും ചർച്ചിലായാലും കടയിൽ പോയാലും ഏത് ജോലി ചെയ്യുമ്പോഴും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് പെന്തക്കോസ്തുകാരല്ല, ദൈവമക്കൾ. ദൈവാത്മാവിനെ അനുസരിച്ച് ആരാണോ നടക്കുന്നത് അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ ആരാണ്? സംശയമില്ലല്ലോ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി മറ്റൊന്ന്, ആത്മാവ് നമ്മളെ നടത്തും. എങ്ങനെ നടത്തും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു പട്ടുമത്തയിലൂടെയാണ് നടത്തുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സുഖകരമായ പാതയിലൂടെയല്ല പലപ്പോഴും കൊണ്ടുപോകുക. ദുർഘടങ്ങൾ നമുക്ക് കയറി ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ, ഏകാന്തത, തെറ്റിദ്ധാരണ, ഇതൊക്കെയുള്ള പാതയിലൂടെ പലപ്പോഴും ദൈവാത്മാവ് നമ്മെ നടത്തുന്നു. എന്തിനു വേണ്ടി? ഇത്തരം കഠിനമായ പാതകളിലൂടെ നടത്തി നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം പൊതുവെ ബലഹീനരാണ്, നമ്മൾ പൊതുവെ കഷ്ടം ഇഷ്ടപ്പെടുന്നവരല്ല. നമ്മളൊക്കെ സാധാരണ സ്വന്തം സുഖം മാത്രം കൊതിക്കുന്നവരാണ്. ആ ചിന്തകൾക്കെല്ലാം, ആ സ്വാർത്ഥതയ്ക്കെല്ലാം മരണം സംഭവിക്കണം. അതിന് ദുർഘടങ്ങളായ പാതയിലൂടെ ദൈവാത്മാവ് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കഷ്ടത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ ശുശ്രൂഷയിലും വിജയിക്കാൻ കഴിയുന്നില്ല, എന്തു ചെയ്യാം? സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് ആവശ്യമാണ്. കാരണം കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിക്കേണ്ടി വന്നാലും എന്തുണ്ട്? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലൂടെ പോവുക. ജനസമ്മതിയല്ല വിഷയം, ഞാൻ ദൈവാത്മാവിനെ അനുസരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര സന്തോഷം. പിന്നെ നാം മനുഷ്യരുടെ മുന്നിൽ വിളങ്ങാൻ വേണ്ടി ഒരു ജാടയും ഒരു കാപഢ്യവും കാണിക്കുകയില്ല. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജീവിതം പോലെ സന്തോഷവും സമാധാനവും സമൃദ്ധമായ ജീവനും അനുഭവിച്ചു കൊണ്ടുള്ളൊരു ജീവിതം വേറെ എവിടെയുമില്ല. ഒരു വിശ്വാസി എപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ വശീകരിക്കപ്പെട്ട് അത് ചെയ്യുന്നുവെങ്കിൽ അവൻ അസ്വസ്ഥനാണ്. പലർക്കും പെട്ടെന്ന് ദേഷ്യവും ക്രോധവും വാശിയും അട്ടഹാസവും വരുന്നത് അവർ ദൈവാത്മാവിനെ അനുസരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുന്നു. ഈ വേദന അവരുടെ ദേഹി ആത്മാവിൽ നിറയുകയാണ്. ആ അസ്വസ്ഥത നിറഞ്ഞ ഹൃദയത്തിൽ നിന്നാണ് അട്ടഹാസവും ആക്രോശവും കോപവും പൊട്ടിത്തെറിയെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ദൈവാത്മാവ് എന്താണ് ചെയ്യുക? ദൈവാത്മാവ് കർത്താവായ യേശുവിൻ്റെ മേൽ ഏതു രൂപത്തിലാണ് സ്നാനപ്പെടുന്ന സമയത്ത് ഇറങ്ങി വന്നത്? പ്രാവ് എന്ന രൂപത്തിലാണ്. പ്രാവ് കാണുമ്പോൾ വളരെ ഒരു സൗമ്യതയുടെ ഒരു പക്ഷിയാണ്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ വരുമ്പോൾ തെരഞ്ഞെടുത്തൊരു രൂപം ഏതാണ്? പ്രാവല്ല, പക്ഷേ പ്രാവ് പോലെ വന്നു. ഓക്കെ, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ശാന്തരാണ്, അവർ സൗമ്യരാണ്. കാരണം ദുർഘടങ്ങളായ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും പല പാതകളിലൂടെ പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുപോയി ഇവരുടെ സ്വയത്തിൻ്റെ മൂർച്ചയുള്ള കല്ലുകളൊക്കെ പൊടിച്ചു, അവരെ സൗമ്യരാക്കി. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവാത്മാവ് എന്നെ നടത്തുന്നു, ഞാൻ കേവലം അങ്ങനെ അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ദൈവാത്മാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ പ്രവൃത്തികളാണ് വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ്. എല്ലാവർക്കും പറയാൻ സാധിക്കും, 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷയും കിട്ടി, നല്ല കാര്യമാണ്. ദൈവമകനാണെങ്കിൽ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കും. യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല എങ്കിൽ അവൻ്റെ പ്രവൃത്തി അത് വ്യക്തമാക്കും. കർത്താവ് പറഞ്ഞു, നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ
സാധിക്കുകയില്ല. ഞാൻ ദൈവമകനാണോ? എന്താ തെളിവ്? ഞാൻ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കും. ഞാൻ ദൈവമകനല്ലയോ? ചീത്ത ഫലം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. ചീത്ത ഫലങ്ങൾ നിരന്തരമായി ഒരുവൻ പുറപ്പെടുവിച്ച് ഞാൻ ദൈവ പൈതലാണ് കേട്ടോ എന്ന് അവകാശപ്പെട്ടാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ദൈവമക്കളാണെങ്കിൽ അവരുടെ പ്രവൃത്തികളാൽ അവരത് സ്പഷ്ടമാക്കട്ടെ. ദൈവമക്കളുടെ താല്പര്യം എന്താണ്? ഉയരത്തിലെ കാര്യങ്ങളാണ്. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്ന പലരും മനുഷ്യരിലല്ലേ ആശ്രയിക്കുന്നത്. ഒരു സ്പോൺസറെ കിട്ടുകയായിരുന്നെങ്കിൽ ഇത്ര ഞരക്കവും കഷ്ടമൊന്നും വേണ്ടി വരുമായിരുന്നില്ല. ഒരു നല്ലൊരു സ്പോൺസറെ കർത്താവ് അങ്ങ് തരികയായിരുന്നെങ്കിൽ എത്ര ഭംഗിയോട് സുവിശേഷ വേല ചെയ്യുമായിരുന്നു. ഒരു സ്പോൺസറേയും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല, വേലയും നടക്കണില്ല. ഇതാണോ ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ? ദൈവമക്കൾ ദൈവത്തിലാണ് ആശ്രയിക്കുക. കാരണം അവരുടെ സ്വർഗീയ പിതാവിനേക്കാളും നല്ലൊരു സ്പോൺസർ, മനുഷ്യനായ സ്പോൺസർ എവിടെയുണ്ട്? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരുവൻ ദൈവ പൈതലാണോ അതോ ലോകത്തിൻ്റെ പൈതലാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ദൈവമക്കൾ എപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. കാരണം ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരെ സഹായിച്ചാലും ഈ ദൈവപിതാവ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ ലോകത്തിലെ ഒരു സ്പോൺസറിന് സാധ്യമല്ല. മനുഷ്യരിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? ചിലർ കരുതുന്നത് ഇങ്ങനെയാണ്: രോഗസൗഖ്യവും ഭൂതസൗഖ്യവും തരുവാൻ ദൈവത്തിന് കഴിയും, പണം മാത്രം തരാൻ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് വരിക, തരിക, അനുഗ്രഹം പ്രാപിക്കുക. വരിക, തരിക, അനുഗ്രഹം പ്രാപിക്കുക. ഒരുവൻ ദൈവ പൈതലാണ് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവ് അവൻ്റെ ഭൗതിക കാര്യങ്ങൾക്കും അവൻ്റെ ആത്മീയ കാര്യങ്ങൾക്കും അവൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു. അല്ലാതെ ആത്മീയ വിഷയങ്ങൾക്ക് മാത്രം, പരിശുദ്ധാത്മ ശക്തിക്ക് മാത്രം ദൈവാത്മാവിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും സാമ്പത്തിക വിഷയവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു മനുഷ്യരിൽ ആശ്രയിക്കുക. ആ സ്വഭാവം എങ്ങനെയാണ് വരുന്നത്? ദൈവമക്കൾ എല്ലാ കാര്യത്തിനും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. മത്തായി 7:16-20 വരെയുള്ള വാക്യങ്ങൾ: അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം എല്ലാം നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കേവലം കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നവരല്ല, കേവലം ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് അവകാശപ്പെടുന്നവരല്ല, ഫലം കൊണ്ടാണ് ഒരുവൻ ദൈവമകനാണ് എന്ന് ലോകത്തിന് മുമ്പാകെ തെളിയിക്കപ്പെടേണ്ടത്. നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെടാത്ത മറ്റു വ്യക്തികൾ നോക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയണം, ഇവർ വാസ്തവമായിട്ടും ദൈവമക്കൾ തന്നെയാണ്. ഇവർ എത്രമാത്രം ക്ഷമിക്കുന്നവരാണ്, സഹിക്കുന്നവരാണ്. നോക്കൂ, ഇവരുടെ ഒരു കരണത്തടിച്ചാൽ ഉടനെ തന്നെ ഇവർ കാണിച്ചു തരുന്നത് മറ്റേ കാരണമാണ്. അല്ലാതെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് കേട്ടോ, നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കും, അങ്ങനെയൊന്നും ഇവർ പറയുന്നില്ല. അവരുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഇടർച്ചയില്ല, ഒരു വഴക്കില്ല. ഇവർ കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിധം ഒന്ന് നോക്കൂ, ആ കുഞ്ഞുങ്ങളുടെ അച്ചടക്കം. ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊരു ജീവിതം ഇതുവരെ കരഗതമായിട്ടില്ല. ഇവർക്കെതിരെ എന്ത് അന്യായം ചെയ്താലും, ഇവരുടെ വസ്തുക്കൾ ഞങ്ങൾ എടുത്തു കൊണ്ടുപോയാലും ഇവർ അത് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ്. ഇവരുടെ സൗമ്യത, ഇവരുടെ വിശുദ്ധി, തീർച്ചയായിട്ടും ഇവർ ദൈവമക്കൾ തന്നെയാണ് എന്ന് ആര് സാക്ഷ്യം പറയണം? അവിശ്വാസികൾ സാക്ഷ്യം പറയണം. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുമ്പോൾ, ചുറ്റും അവിശ്വാസികളുടെ ഇടയിൽ താമസിക്കുമ്പോൾ, ഈ പാസ്റ്ററുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ആ വിശുദ്ധ സ്വഭാവം കണ്ട്, ഈ പാസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസിയിൽ നിന്ന് പുറപ്പെടുന്ന സദ്ഫലങ്ങൾ കണ്ട് മറ്റുള്ളവർ പറയണം, വാസ്തവമായിട്ടും ഇവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഇത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ബാക്കി നാം കാണിക്കുന്നതൊക്കെ കപടഭക്തിയാണ്. കപടഭക്തിയാണ്. നാം ദൈവമക്കളാണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ? നമ്മുടെ ഫലത്താൽ. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് നടത്തുന്നവരുടെ പ്രത്യേകത എന്താണ്? തൊട്ടുമുകളിൽ പറയുന്നുണ്ട്,
ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് നടക്കുന്ന വ്യക്തികളെയാണ് ദൈവമക്കളെന്ന് പറയുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജീവനോടെ വയ്ക്കുന്നവർ ആരല്ല? ദൈവമക്കളല്ല. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യപദവി നമുക്ക് ലഭിക്കാനില്ല. ഈ ലോകത്തിലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മക്കളെക്കാളും എത്രയോ അതിശ്രേഷ്ഠമായ പദവിയാണ് ദൈവമക്കൾക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യാചകന്മാരെ പോലെ ജീവിക്കാൻ പാടില്ല, മറ്റു മനുഷ്യരുടെ ഇരക്കാൻ പാടില്ല. ഒരു രാജാവിൻ്റെ മകൻ സാധാരണ വ്യക്തികളോടൊക്കെ എനിക്ക് ഭക്ഷണം എന്താ എന്ന് ഇരക്കുകയാണ് എങ്കിൽ കിട്ടിയെന്ന് വരും. പക്ഷെ അവൻ്റെ പിതാവിന് എത്രമാത്രം അവൻ അപമാനം വരുത്തുന്നു. നാം ദൈവമക്കളാണ് എന്ന് പറയുകയും കാശില്ല എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുമ്പോൾ നാം ആരെയാണ് അപമാനിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ പേരെടുക്കാൻ പാടില്ല. പലരും ഒന്ന് മദ്യപിക്കില്ല, മറ്റ് മോശമായ കാര്യങ്ങൾ ചെയ്യില്ല. പക്ഷേ ദൈവമക്കൾക്കുള്ള അന്തസ്സ് നഷ്ടപ്പെടുത്തിയാണ് ജീവിക്കുന്നത്. അവർ മനുഷ്യരിലേക്ക് നോക്കുന്നു. സാധാരണ യാചകരൊക്കെ വരും. എങ്ങനെയാണ് വരിക? ഞാൻ ദൈവമകനാണ് കേട്ടോ, ഞാൻ അഭിഷേകം പ്രാപിച്ചവനാണ് കേട്ടോ, അങ്ങനെയൊന്നും പറയില്ല. അവർ വല്ലതും തരണേന്ന് പറഞ്ഞ് പോകും. കാരണം അവർക്ക് യാതൊരു നാട്യവുമില്ല. അവരുടെ യഥാർത്ഥ അവസ്ഥ പറയും. എന്നാൽ വലിയ വലിയ ആത്മീയ പദവികൾ ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് എന്താ ചോദിക്കുന്നത്? അതുകൊണ്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവമക്കൾ അവരുടെ അന്തസ്സ് വിട്ട് യാചകന്മാരായിക്കൊണ്ടിരിക്കുകയാണ്, ഭിക്ഷാടനത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ നല്ല വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. അങ്ങനെ പാടില്ല കർത്താവേ. ദൈവമക്കളെല്ലാം ദൈവമക്കൾക്ക് യോഗ്യമായ രീതിയിൽ അന്തസ്സോടെ ജീവിക്കാൻ കർത്താവെ എല്ലാ ദൈവമക്കളുടെ ഉള്ളങ്ങളും തൊട്ടുണർത്തണം. അവർക്കുള്ളത് കുറച്ചായിരിക്കാം, അതിൽ തൃപ്തിപ്പെടുവാൻ അവർ പഠിക്കട്ടെ. കാരണം പ്രസംഗവേദിയിലും കാശ് തരിക, സഭാ ഹാളിലും പണം തരിക, പിരിവുകൾ ധാരാളം. ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയൊരു വിശ്വാസിക്ക് സാമ്പത്തിക കാര്യത്തിൽ ദൈവത്തെ നോക്കുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തു വന്നാലും പിരിവാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവർ കാണിക്കുന്നത് ഇവനും കാണിക്കാൻ അനുകരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവമക്കളാണ് എന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിൽ അതിനൊരു അന്തസ്സ് നമുക്കുണ്ടായിരിക്കണം. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അത് തക്ക സമയം ദൈവം തരും. യാചന പാടില്ല. നോക്കൂ, ആരെയും വിമർശിക്കാനല്ല ഇത് പറയുന്നത്. ദൈവം നമുക്ക് ഒരു പ്രത്യേക ദൗത്യം തന്നിട്ടുണ്ട് എങ്കിൽ നീ അത് ചെയ്യണം. അതിനു വേണ്ടി ഒരു പ്രത്യേക ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ട സാമ്പത്തികവും മറ്റെല്ലാ വിഷയങ്ങളും ദൈവം, അതിൻ്റെ എല്ലാ റിസോഴ്സസും ദൈവം തരും. അല്ലാതെ ദൈവം ഒരിക്കലും ഫറവോനല്ല. ഫറവോൻ എന്താ ചെയ്യുക? വേണ്ടത്ര മണ്ണ് കൊടുക്കില്ല, പക്ഷേ ഇഷ്ടിക എണ്ണത്തിന് തികയ്ക്കുകയും വേണം. അങ്ങനെയല്ല ദൈവം. ദൈവം നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിന് വേണ്ട സാമ്പത്തികമായ നന്മകളൊക്കെ ദൈവം തരും. എങ്ങനെ? മാന്യമായ രീതിയിൽ. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. അതുകൊണ്ട് ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറിക്കിട്ടുവാൻ മനുഷ്യരിലല്ല ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമക്കൾ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ചിലർ മറ്റുള്ളവരുടെ വസ്തുക്കൾ, മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം, അവരുടെ സാലറി, ഇതൊക്കെ നോക്കിയാണ് നടക്കുന്നത്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്.
അങ്ങനെയുള്ളവർ എങ്ങനെയാ ദൈവമക്കളാണെന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നു? ദൈവമക്കളാണെങ്കിൽ എല്ലാ കാര്യത്തിനും, ആത്മീയം, ഭൗതികം, എല്ലാ വിഷയങ്ങൾക്കും മനുഷ്യരിലല്ല ആശ്രയിക്കുക. ഇന്ന് ഒന്നുകൂടി തുറന്നു പറയട്ടെ, ചില പാസ്റ്റർമാർ പറയും വിശ്വാസികൾ വളരെ പിശുക്കന്മാരാണ്, സ്തോത്ര കാഴ്ചയിൽ എത്ര കുറച്ച് കാശാണ് ഇവർ ഇടുന്നത്, എത്ര പറഞ്ഞാലും കൂടുതൽ ഇടില്ല. പ്രിയമുള്ളവർ, ഇങ്ങനെ പറയുന്നതൊക്കെ ദൈവഭൃത്യന്മാരാണോ? ദൈവമക്കളാണോ? വിശ്വാസികളുടെ പണത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ ദൈവമക്കളാണോ? നമുക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും ഒന്ന് പരിശോധിക്കാനുള്ള സമയമാണ്. റോമാലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. ഇതേ വേദഭാഗം റോമാലേഖനം 8-14-15 NIV-യിൽ നിന്ന് വായിക്കുന്നു. ബിക്കോസ് ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ആർ സൺസ് ഓഫ് ഗാഡ്. ഫോർ യു ഡിഡ് നോട്ട് റിസീവ് എ സ്പിരിറ്റ് ദാറ്റ് മേക്സ് യു എ സ്ലേവ് അഗെയിൻ ടു ഫിയർ, ബട്ട് യു റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, ആൻഡ് ബൈ ഹിം വി ക്രൈ അബ്ബാ ഫാദർ. റോമലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ ഓശാനയിൽ നിന്ന് വായിക്കുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവരും ദൈവമക്കളാകുന്നു. ഭയത്തിലേക്ക് നിങ്ങളെ വീണ്ടും വീഴ്ത്തുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, മറിച്ച് നിങ്ങളെ മക്കളാക്കുന്ന ആത്മാവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. 15-ാം വാക്യമാണ് ഇനി ചിന്തിക്കുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. നിങ്ങൾ പിന്നെയും അഥവാ വീണ്ടും ഭയപ്പെടേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ റോമാസഭയിലെ വിശ്വാസികൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നും വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്നവരാണ്. ഒരു കാലത്ത് അവർ ദൈവത്തെ ഭയപ്പെട്ടവരാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവത്തെ വലിയ ഭയമാണ്. ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട്. ഈ ന്യായപ്രമാണം കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ വരും. ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ലഭിച്ചു, പാലിക്കാൻ പറ്റിയില്ല. അനേകായിരങ്ങൾ ദൈവക്രോധത്താൽ മരിച്ചു. മറ്റുള്ളവരുടെ മുമ്പാകെയാണ് ഇവർ മരിച്ചു വീഴുന്നത്. ദൈവത്തെ ഭയങ്കര ഭയം. ഇനി ജാതികളുടെ കാര്യം നോക്കുക, ഇനി വിജാതികളുടെ കാര്യം നോക്കുക. വിജാതികൾ വിഗ്രഹങ്ങളെയാണ് ദൈവമാണെന്ന് കരുതി ആരാധിക്കുന്നത്. പക്ഷെ അവരും ഭയത്തോടെയാണ് ഈ ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. കാരണം ആ ഊമവിഗ്രഹങ്ങൾക്ക് നൽകേണ്ട വഴിപാടും പൂജകളും കർമ്മങ്ങളും കൃത്യസമയത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ആ മിഥ്യാമൂർത്തികൾ കോപിച്ച് ഞങ്ങൾക്ക് പ്രശ്നം സൃഷ്ടിക്കുമോ എന്നുള്ള ഭയം. യഹൂദ ജനതയും വിജാതികളും ദൈവത്തെ ഭയപ്പെട്ടു. യഹൂദന്മാർ സത്യദൈവത്തെ തന്നെയാണ് സേവിച്ചത്, എങ്കിലും ഭയം. കാരണം 10 പ്രമാണങ്ങൾ ദൈവം മോശയ്ക്ക് കൊടുത്തു. അതിനുശേഷം ദൈവം സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മഹത്വം ഒരല്പം സീനായ് മലയിൽ ഇറങ്ങി. ഇവർക്ക് പേടിയായി, ഭയങ്കര പേടി. ഇവർ പറയുന്നത് എന്താണ്? ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, മോശെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. കാരണം ദൈവത്തിൻ്റെ ആ മഹത്വം അല്പം കണ്ടപ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോയി. അപ്പം അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്നവരാണ് ഈ റോമാസഭയിലെ വിശ്വാസികൾ. ഇത് റോമാസഭയ്ക്ക് എഴുതുന്ന ലേഖനമാണല്ലോ. പുറപ്പാട് 20-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 2:11. ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ യഹോവയെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ആ നിമിഷം ദൈവസന്നിധിയിൽ മരിച്ചു വീഴും. അത്രയും ഭയത്തോടെയാണ് പഴയ നിയമ പുരോഹിതൻ ദേവാലയ ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. എന്നാൽ ഇതാ യേശുക്രിസ്തു വന്നപ്പോൾ ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം പ്രാപിച്ചിരിക്കുന്നത്, മറിച്ച്
പുത്രത്വത്തിൻ ആത്മാവിനെ. കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യോഹന്നാൻ പറയുന്നുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് പേടിയാണ് ദൈവത്തോട് അടുക്കുവാൻ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി പുത്രത്വത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇനി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് പ്രവേശിക്കാം. പഴയ നിയമ ആരാധന പോലെയല്ല ഇന്ന് നാം ആരാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പലരും അലക്ഷ്യമായിട്ടിരുന്നാൽ ആരും മരിച്ചു വീഴില്ല, നമുക്കറിയാം. പക്ഷേ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ തെറ്റിച്ചാൽ മരണം ഉറപ്പാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പഴയ നിയമത്തിലെ ജനത്തിനൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്നത് ആരാണ്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ്റെ അപ്പനാണ് സക്കരിയാവ്. സക്കരിയാവിന് കുഞ്ഞുണ്ടായി, സ്നാപക യോഹന്നാൻ. ആ കുഞ്ഞിനെ നോക്കി സക്കരിയാവ് പറയുകയാണ്, ഭയം കൂടാതെ നിന്നെ ആരാധിക്കുവാൻ. ലൂക്ക 1-ാം അധ്യായം 74-75 വാക്യങ്ങൾ ഓശാനയിൽ നിന്ന് വായിക്കുന്നു. നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് മോചിതരായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിനങ്ങളിലും അവൻ്റെ സന്നിധിയിൽ നിർഭയരായി വിശുദ്ധിയോടും നീതിയോടും കൂടെ ശുശ്രൂഷ ചെയ്യാനാണ് ഇത്. ഇതേ വേദവാക്യം ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ലൂക്കോസ് 1-74-75 വാക്യങ്ങൾ. ടു റെസ്ക്യൂ അസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് അവർ എനിമീസ് ആൻഡ് ടു എനേബിൾ അസ് ടു സെർവ് ഹിം വിത്തൗട്ട് ഫിയർ ഇൻ ഹോളിനെസ് ആൻഡ് റൈച്ചസ്നെസ് ബിഫോർ ഹിം ഓൾ അവർ ഡേയ്സ്. ആൻഡ് ടു എനേബിൾ അസ് ടു സെർവ് ഹിം വിത്തൗട്ട് ഫിയർ ഇൻ ഹോളിനെസ് ആൻഡ് റൈച്ചസ്നെസ് ബിഫോർ ഹിം ഓൾ അവർ ഡേയ്സ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിനവും ഭയം കൂടാതെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുക. ആ മഹാഭാഗ്യപദവി നാമാണ് അനുഭവിക്കുന്നത്. പഴയ നിയമജനതയല്ല, ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. കർത്താവ് ആത്മാവാണ്. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. പുത്രത്വത്തിൻ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. പുത്രത്വം എന്നുള്ളതിന് ദത്തെടുപ്പ് എന്നും അർത്ഥമുണ്ട്, അഡോപ്ഷൻ. നമ്മളൊരിക്കൽ ദൈവത്തിൻ്റെ മക്കളായിരുന്നില്ല, ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്നു, പിശാചിനനുസരിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സലിവ് ഒന്നുകൊണ്ട് മാത്രം സർവശക്തനായ പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ തനിക്ക് പ്രിയനായവനിലൂടെ നമ്മെ ദത്തെടുത്തു. അങ്ങനെ പുത്രന്മാരാക്കി. എന്തിനു പുത്രന്മാരാക്കി? ദൈവത്തിൻ്റെ അവകാശികളാകുവാൻ, ദൈവത്തിൻ്റെ അനന്ത നന്മകൾക്ക് പങ്കാളികളാകാൻ വേണ്ടി ഏറ്റവും നീചരും ദോഷികളും ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ അവിടുന്ന് പുത്രന്മാരാക്കി. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. ഒരു പുത്രൻ്റെ പ്രത്യേകത എന്താണ്? പിതാവിൻ്റെ മടിയിൽ ആ കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ട്. കാരണം പിതാവിൻ്റെ മടി എന്നുള്ളത് ഒരു ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേടിയും ഇല്ലാതാക്കുന്ന സ്ഥലമാണ്. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നത് പേടിച്ചിട്ടല്ല, സമ്പൂർണ്ണ സുരക്ഷിതത്വ ബോധത്തിലാണ്. അത്യുന്നതൻ്റെ മറവിലാണ് നമ്മൾ, ആ ചിറകിൻ്റെ കീഴിലാണ് നാം. അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് യാതൊരു ദൈവഭയവും വേണ്ടെന്നാണോ? അല്ല, നമുക്കിപ്പോഴും ദൈവഭയമുണ്ട്. പഴയ നിയമത്തിലെ ദൈവഭയം പോലെയല്ല. പിന്നെയോ സ്നേഹത്തിൽ നിന്നും ആദരവിൽ നിന്നും ബഹുമാനത്തിൽ നിന്നും വരുന്ന ഒരു ദൈവഭയം നമുക്കിപ്പോഴും ഉണ്ട്. അത് പത്രോസിനെ പറയും, പിന്നെ ആ ഭാഗം വായിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? കൃപാസനത്തിലേക്ക് പേടിച്ചിട്ടല്ല, എങ്ങനെയാണ്? ധൈര്യത്തോടെ പ്രവേശിക്കാം.
ഇപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്നത് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ഒരു വീട്ടിൽ ഒരു യജമാനന് ഒരടിമയുണ്ട്, ഈ മാസ്റ്റർക്ക് ഒരു മകനും ഉണ്ട്. അടിമ എപ്പോഴും പേടിച്ചാണ് ആ വീട്ടിൽ ജീവിക്കുക. ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഈ യജമാനൻ എന്നെ ക്രൂരമായി ശിക്ഷിക്കും. മാത്രമല്ല, ആ യജമാനൻ്റെ മനോഹരമായ വീടിൻ്റെ അകത്തേക്ക് എല്ലാ മുറികളിലേക്കും ഈ അടിമയ്ക്ക് പ്രവേശനമില്ല. അടിമയോട് നീ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇറങ്ങിപ്പോയേ പറ്റും. പക്ഷേ ഈ മാസ്റ്റർക്ക് സ്വന്തം മകനുണ്ട്. മകൻ ആ വീട്ടിൽ താമസിക്കുന്നത് അടിമത്ത മനോഭാവത്തോടു കൂടെയല്ല. അവന് അവൻ്റെ പിതാവിൻ്റെ എല്ലാ മുറികളിലേക്കും ഭവനത്തിലെ മുറികളിലേക്കും പ്രവേശന സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ പിതാവിനുള്ളതൊക്കെ ഇവന് സ്വന്തമാണ്. അതുകൊണ്ട് അവൻ അവകാശിയാണ്. മക്കളെങ്കിലോ നാം ആരാണ്? അവകാശികളാണ്. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെല്ലു നീ സ്തുതി ചെയ്മന. ദിനവും മനമേ തൽസമയം ഈ സ്വർഗീയ പിതാവിനെ ഭയം കൂടാതെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാതൊരു ശുപാർശക്കാരനും കൂടാതെ നേരിട്ടടുക്കുവാൻ ആക്സസ്, പ്രവേശന സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴുള്ളത് എത്ര മഹാഭാഗ്യമാണ്. ഇത്ര വലിയ ഭാഗ്യപദവി നാം അനുഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. കൊളോസ്യർ 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കാനാണ് പറഞ്ഞേ? ഭയത്തോടും വിറയലോടും, അല്ലേ? ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തെ സേവിക്കുവാൻ 2-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു. എന്നാൽ ഇവിടെ വായിക്കുന്നത് കൊളോസ്യർ 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഈ സ്വർഗീയ പിതാവിന് നാം എങ്ങനെ സ്തോത്രം ചെയ്യണം? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. കാരണം ഇപ്പോൾ അവിടുത്തെ സ്വന്തം മക്കളാണ്. എന്നാൽ ഇടയ്ക്ക് പറയട്ടെ, ഇന്ന് പലരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് അത്ര വലിയ സന്തോഷത്തോടെയല്ല. അവരുടെ മുഖം വല്ലാതെ ചുളുക്കി ഏതോ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന മട്ടിലാണ് ചിലർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ കാണുമ്പോൾ തോന്നുന്നത് എന്തോ വലിയ വേദനയിലൂടെ ഇദ്ദേഹം കടന്നു പോവുകയാണല്ലോ, ആ രീതിയിലാണ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എങ്ങനെ സ്തോത്രം പറയാനാണ്? മുഖമാകെ ചുളിച്ച് പിടിച്ച് വക്രീകരിച്ച് അല്ല സ്തോത്രം. പിന്നെ എങ്ങനെയാണ്? സന്തോഷത്തോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രധാന ദൗത്യം ബന്ധിതന്മാരെ വിടുവിക്കുക, ഭയത്തിൽ കഴിയുന്നവരെ തുറന്നു വിടുക. ലൂക്കോസ് 4:18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ഇനി ദാസ്യത്തിൻ്റെ ആത്മാവിൻ്റെ അടിമകളല്ല നാം, പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ സന്തോഷത്തോടെ പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാണ്. ഇനി യോഹന്നാൻ 8:35-36 വാക്യങ്ങൾ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. അത്
മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഈ 3 ഭാഗങ്ങളും പരിശോധിച്ചാൽ ഈ 3 വേദഭാഗങ്ങളിലും പറയുന്നത് അടിമത്തത്തിൽ കഴിയുന്നവരെ, ബന്ധിതരായി കഴിയുന്നവരെ, മരണഭീതിയിൽ കഴിയുന്നവരെ വിടുവിക്കുന്നത് യേശു ക്രിസ്തുവാണ്. നോക്കൂ, ആദവും ഹവയും തുടക്കത്തിൽ അവർ ദൈവത്തോട് വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചു. പാപം ചെയ്തപ്പോൾ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ അവർക്ക് ദൈവത്തോട് ഭയമാണ് ഉണ്ടായത്. വെയിലാറുമ്പോൾ ദൈവം നടക്കാൻ വരും. തോട്ടത്തിൽ ദൈവത്തിൻ്റെ കാലച്ച കേട്ടപ്പോൾ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് വന്നില്ല, പേടിച്ച് ഒളിച്ചു. ദൈവത്തിൻ്റെ അരികിലേക്ക് വരാൻ അവർക്ക് ഭയമായിരുന്നു, കാരണം പാപം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം തൻ്റെ മരണം വഴി വരുത്തിയതുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം ഉണ്ടെങ്കിൽ ഓടി ഒളിക്കാനല്ല, അടുത്തേക്ക് ചെല്ലാനാണ് നമ്മുടെ ആഗ്രഹം. കാരണം നമ്മുടെ ഡാഡിയാണ്, നമ്മുടെ വാത്സല്യ പിതാവാണ്. നാം ഒളിക്കുന്നില്ല. ആദം ഒളിച്ചു. ഉൽപ്പത്തി 3:8-10 വരെയുള്ള വാക്യങ്ങൾ. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം ആദാമിനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇന്ന് നമുക്ക് ദൈവത്തെ ഭയമല്ല, ഭക്തിയാദരങ്ങളോടുകൂടി ഒരു ഭയമുണ്ട്, സംശയമില്ല. പക്ഷേ ഇപ്പോൾ ആ ഭയത്തേക്കാൾ അധികം നമ്മെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കുന്നത് സ്നേഹബന്ധമാണ്. അതുകൊണ്ടാണ് അരാമായ ഭാഷയിൽ പിതാവിനെ വളരെ വാത്സല്യത്തോടെ വിളിക്കുന്ന വിളിയാണ് അബ്ബാ. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഭയമുണ്ടെങ്കിൽ അവിടെ തികഞ്ഞ സ്നേഹം ഉണ്ടായിരിക്കുകയില്ല. ആദാമിന് ദൈവത്തെ സ്നേഹം ഉണ്ടായിരുന്നോ? ഭയമാണ് ഉണ്ടായത്. ഈ ദൈവം ഇനി എന്നെ കൊല്ലുമോ? ഇസ്രായേൽ മക്കൾക്ക് എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റിയില്ല. അവർ ഭയന്നു, പേടിച്ചു. തദ്ഫലമായി സ്നേഹമില്ലാത്തതുകൊണ്ട് അവർ പെറുവിറുപ്പുകാരും മത്സരികളുമായി. നോക്കൂ, കർത്താവായ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. സ്നേഹമില്ല എങ്കിൽ പിന്നെ ഭയം അവിടെ കടന്നുകൂടും. ഭയം കടന്നുകൂടിയാൽ അനുസരണമല്ല വരുന്നത്, ലംഘനമാണ് വരുന്നത്. 1 യോഹന്നാൻ 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നമ്മൾ ഈ വേദഭാഗങ്ങൾ ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് ചിന്തിക്കുന്നത്? അതായത് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാതെ ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കണം. പക്ഷെ ഇവർക്ക് ഭയം. ഇവർ പുറൂർപ്പുകാരായി, മത്സരികളായി ശവങ്ങൾ വീണു. എന്നാൽ പുതിയ നിയമം അങ്ങനെയല്ല. നാം കർത്താവിൽ സന്തോഷിക്കുന്നു, കർത്താവ് നമ്മിൽ സന്തോഷിക്കുന്നു. നമ്മളും കർത്താവ് ഒന്നാണ്. ഈ സ്വർഗീയ പിതാവ് നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു. ഈ പുത്രൻ യേശുവും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. മുറിച്ചാൽ മുറിയാത്തൊരു സ്നേഹബന്ധമാണ് ഇപ്പോൾ നമ്മളും സ്വർഗീയ പിതാവും തമ്മിലുള്ളത്. ലോകത്തിലെ മതങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ച് പല ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അത് പലതും ഭോഷത്വം നിറഞ്ഞതാണ്. എന്നാൽ ക്രിസ്തു ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ സത്യം പറയുക മാത്രമല്ല, ആ ദൈവവുമായി നമുക്കൊരു ബന്ധം സ്ഥാപിച്ചു തന്നു. എന്താണ് ആ ബന്ധം? പിതൃപുത്ര ബന്ധം, ഏറ്റവും ശക്തമായ ബന്ധം. എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒരുപാട് കാര്യം അറിയാം, നല്ലതാണ്. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ടില്ല എങ്കിൽ ഈ അറിവ് കൊണ്ടൊരു പ്രയോജനവുമില്ല. എനിക്ക് ദൈവത്തെക്കുറിച്ച് 10 മണിക്കൂർ പ്രസംഗിക്കാൻ അറിയാം, ദൈവത്തിൻ്റെ അനന്തശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ മഹാകരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനായിട്ടില്ല. അപ്പോൾ ഈ അറിവ് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം?
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്കും ദൈവത്തെക്കുറിച്ച് സമ്പൂർണ്ണ പരിജ്ഞാനം കിട്ടിയിട്ടില്ല, കിട്ടുകയുമില്ല. അല്പമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ അറിവിനേക്കാളും വലുത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? ഒരു ബന്ധമാണ്. യേശു ക്രിസ്തു നമ്മെ സ്വർഗീയ പിതാവിൻ്റെ സ്വന്തം മക്കളാക്കി. അതുകൊണ്ട് തൻ്റെ മക്കളിൽ ഈ ദൈവം പ്രസാദിക്കുന്നു, നമ്മളിൽ ദൈവം സന്തോഷിക്കുന്നു, നാം ദൈവത്തിൽ സന്തോഷിക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള നമ്മളെ സ്വന്തം മക്കളാക്കി തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതുകൊണ്ട്, നമ്മെ കിട്ടിയതുകൊണ്ട് ആർക്ക് സന്തോഷമുണ്ട്? സ്വർഗീയ പിതാവിനും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നതും ദൈവം തന്നെയാണ്. നമ്മുടെ ദൈവത്തോട് അടുക്കുവാനുള്ള ആ ഭയം നീക്കി നിങ്ങൾ സ്വതന്ത്രരായിട്ട് ആരാധിക്കുവാൻ നമുക്ക് ശക്തി തരുന്നതും ആരാണ്? ദൈവം തന്നെയാണ്. അതാണ് സക്കറിയ പുരോഹിതൻ പറഞ്ഞത്, ടു റെസ്ക്യൂ us ഫ്രം ദ ഹാൻഡ്സ് ഓഫ് അവർ എനിമീസ് ആൻഡ് ടു എനേബിൾ us ടു സെർവ് ഹിം വിത്തൗട്ട് ഫിയർ. ദൈവത്തെ പേടി കൂടാതെ ആരാധിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതും ആരാണ്? ദൈവം തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ആനുകൂല്യം നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഈ ഒരു പ്രിവിലേജ് നമ്മൾ എന്തിനു ഉപയോഗിക്കാതിരിക്കണം? സെഫന്യാവ് 3:16-17 വരെ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. സെഫന്യാവ് 3:16-17 വരെ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിന്നിൽ ആനന്ദിക്കും. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ട സ്വത്തെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയി. അവന് ബോധിച്ച പോലെ പാപത്തിൽ ജീവിച്ചു. സുഹൃത്തുക്കളും വന്നു. ഒടുവിൽ പണം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ജോലി ഇല്ല, പട്ടിണി. അപ്പോൾ സുബോധം വന്നു. അവരിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഞാൻ ഏറ്റവും നീചമായൊരു കൃത്യം ചെയ്തവനാണ്. എൻ്റെ സ്നേഹനിധിയായ പിതാവിൻ്റെ വാക്കൊന്നും കേൾക്കാതെ സ്വത്തെല്ലാം വാങ്ങി മ്ലേച്ഛനായി ജീവിച്ചു. ഇനി എനിക്ക് ആ പിതാവിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയുമില്ല. കൂലിക്കാരനെങ്കിലും എനിക്ക് ഒരുപക്ഷെ ആകാൻ സാധിക്കും. അവന് സ്വപ്നത്തിൽ പോലും ചിന്തയില്ല ഇനി വീണ്ടും എന്നെ മകനായി അംഗീകരിക്കുമെന്നുള്ള ചിന്ത. കാരണം അത്രമാത്രം ലംഘനങ്ങൾ താൻ ചെയ്തു. ഇനി അവനെ സംബന്ധിച്ച് അവൻ്റെ ബുദ്ധിയിൽ അവൻ പിതാവിനെ മനസ്സിലാക്കിയത്, ഇനി ഈ പിതാവ് എന്നെ ഒരു കൂലിക്കാരനായിട്ട് മാത്രമേ അംഗീകരിക്കൂ. കാരണം ചെയ്യാൻ പാടില്ലത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇവൻ അനുതാപിയായി മടങ്ങി ചെല്ലുകയാണ്. പിതാവ് ഇവനെ കാത്തിരിക്കുന്നു. ഇവൻ മനപ്പാഠം പഠിച്ചത് പറഞ്ഞു, പിതാവേ സ്വർഗത്തോട് ഞാൻ അങ്ങയോട് പാപം ചെയ്തു. മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല, കൂലിക്കാരനെങ്കിലും ആക്കണേ, കൂലിക്കാരനെങ്കിലും ആക്കണേ. പിതാവ് കൂലിക്കാരനാക്കുകയല്ല ചെയ്തത്. പിതാവ് അവനെ ആലിംഗനം ചെയ്തു. അവനെ സ്വന്തം മകനായിട്ട് തന്നെ സ്വീകരിച്ചു. മകനായിട്ട് സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മകന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും അവന് നൽകി. ആ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ലൂക്കോസ് 16:24. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. വീണ്ടും ജീവിച്ചു. നമ്മൾ ഇതുപോലെ സഹോദരന്മാരെ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ജീവിപ്പിച്ചു, നമ്മെ ക്രിസ്തു ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി. അതുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിൽ മക്കളായി ദത്തെടുക്കപ്പെട്ട നമുക്ക് ദൈവമക്കൾക്കുള്ള സകല അവകാശങ്ങളും അവിടുന്ന് തരുന്നു. നമ്മെ കൂലിക്കാരനായിട്ടല്ല സ്വീകരിക്കുന്നത്. നമ്മുടെ പഴയ പാപ കാലഘട്ടം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ഒരുപക്ഷെ ധൂർത്തപുത്രനേക്കാളും മ്ലേച്ഛനായി ജീവിച്ചവരായിരിക്കാം. പക്ഷേ അതെല്ലാം ക്രിസ്തു തൻ്റെ രക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിച്ചു. ഇപ്പോൾ ഇവിടെ രണ്ടാം കിട മക്കളില്ല, ദൈവത്തിൻ്റെ വാത്സല്യ മക്കൾ മാത്രം. അവരാണ് നാം ഓരോരുത്തരും. ഈ മഹാഭാഗ്യ പദവി നമുക്കുള്ളത് കൊണ്ട് കർത്താവിന് ശുദ്ധകരങ്ങൾ ഉയർത്തി വീണ്ടും സ്തോത്രം ചെയ്യാം. റോമാലേഖനം 8:14-15 വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ജന്മനാ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിരുന്നില്ല, നമ്മളെ പുത്രരാക്കുകയാണ്. പുത്രത്വം എന്നുള്ളതിന് ദത്തെടുക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ദൈവം തൻ്റെ ഭവനത്തിലേക്ക് നമ്മെ കൂലിക്കാരായിട്ടല്ല, സ്വന്തം മക്കളായിട്ടാണ് ചേർക്കുന്നത്. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കൽ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നാം ഇപ്പോൾ വീണ്ടും ജനിച്ചു. ദൈവമക്കളാണ് നാം, ദത്തെടുക്കപ്പെട്ടവരാണ്, അതേസമയം വീണ്ടും ജനിച്ചവരാണ്. ദൈവപിതാവിൻ്റെ ഭവനത്തിൽ വീണ്ടും ജനിച്ചവരെ കൂലിക്കാരായിട്ടല്ല സ്വർഗീയ പിതാവ് അംഗീകരിക്കുന്നത്, പകരം സ്വന്തം മക്കളായിട്ട് തന്നെയാണ്. ഈ ധൂർത്തപുത്രൻ എന്തെല്ലാം ദുഷ്കൃത്യങ്ങൾ ചെയ്താലും പിതാവ് അതെല്ലാം മറന്നും ഇപ്പോൾ അവന് ഒരു പുത്രന് കൊടുക്കേണ്ട എല്ലാ പദവികളും കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ പൂർവ്വകാലമെല്ലാം സ്വർഗീയ പിതാവ് മറന്നു. നാം എത്ര മ്ലേച്ഛതയിൽ ജീവിച്ച വ്യക്തികളാണ് എങ്കിലും വീണ്ടും ജനിച്ചപ്പോൾ ഈ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നാം ദത്തെടുക്കപ്പെട്ടപ്പോൾ ഒരു പുത്രനെ ന്യായമായി ലഭിക്കേണ്ട സകല അവകാശങ്ങൾക്കും നമ്മെ അവകാശിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഇനി നാം ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ദൈവമക്കളായ നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവത്തെ ധൈര്യത്തോടെ സമീപിക്കുവാനുള്ള ശക്തിയും ബലവും തരുന്നത്. എന്നാൽ ഇന്നും ദൈവമക്കളാകാതെ പേരിന് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവരുണ്ട്. ഇന്നും ഭയത്തിൻ്റെ കീഴിലാണ്. ദൈവത്തോട് നേരിട്ട് അടുക്കുവാൻ അവർ ഭയപ്പെടുകയാണ്. ദൈവമക്കളാണെന്നുള്ള ബോധ്യമില്ല, പാപികളാണെന്നുള്ള ആ രീതിയിൽ വളരെ കുറ്റബോധത്തോടെ ദൈവത്തോട് നേരിട്ടെടുക്കുവാൻ ഭയന്ന് മറിയ എന്ന മധ്യസ്ഥയിൽ അഭയം കണ്ടെത്തുന്നു. ഹവ്വയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ കണ്ണീരിൻ്റെ താഴ്വരയിൽ വിങ്ങിക്കരയുന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ദൈവമക്കളായിട്ടില്ല, ഞങ്ങളിതാ കണ്ണീരിൻ്റെ താഴ്വരയിൽ വിങ്ങിക്കരയുന്നു. ഒരു പ്രത്യാശയില്ല, ഭയം. ദൈവത്തോട് അടുക്കുവാൻ ഭയമുള്ള വ്യക്തികൾ വിശുദ്ധരിലും പാരമ്പര്യത്തിലും ആശ്രയിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് സ്വർഗീയ പിതാവിൻ്റെ മടിയിൽ ഇരുന്ന് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള മഹാഭാഗ്യം അവർക്ക് ലഭിച്ചു. ഈ ദൈവവും നമ്മളുമായി ഇനിയൊരു അകൽച്ചയുമില്ല. നമുക്കും ദൈവത്തിനുമിടയിൽ ഇനിയൊരു മധ്യസ്ഥനില്ല, യേശുക്രിസ്തു ഒഴികെ. കാരണം പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് തന്നിരിക്കുന്നത്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ 8:15 ഒന്നുകൂടി വായിക്കുകയാണ്. റോമ 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പുത്രത്വത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് ഈ അധ്യായത്തിൽ തന്നെ തൊട്ട് മുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ നമ്മുടെ മനുഷ്യാത്മാവിനോട് നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തരുന്നത്. നമ്മുടെ ശരീരത്തോടോ നമ്മുടെ ദേഹിയോടോ അല്ല പരിശുദ്ധാത്മാവ് നീ ദൈവമകനാണെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിനോട് പറയുകയാണ്, നീ ഇപ്പോൾ ദൈവത്തിൻ്റെ മകനാണ്. നീ ദൈവമകനല്ല എന്ന് വേറെ ആരൊക്കെ പറഞ്ഞാലും നമുക്ക് ലെവലേശം അതിൽ ചാഞ്ചല്യമില്ല. കാരണം നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മോട് സാക്ഷ്യം പറയുന്നത് മനുഷ്യരല്ല, പരിശുദ്ധാത്മാവാണ്. നോക്കൂ, പണ്ട് നമുക്ക് നമ്മുടെ അവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പണ്ട് നാം അന്ധകാര രാജ്യത്തിലായിരുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നാം. അന്ന് പാപത്തിൻ്റെ ഭീകരത എന്താണ്, എനിക്ക് വലിയൊരു ന്യായവിധി വരാനിരിക്കുന്നുണ്ട്, ഇതൊന്നും നമുക്ക് തിരിച്ചറിയുകയില്ല. പരിശുദ്ധാത്മാവിന് മാത്രമാണ് ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കാൻ കഴിയുന്നത്. നീതിയെക്കുറിച്ച്, വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നാം ഒരു കാലത്ത് പരിശുദ്ധാത്മാവിനെ കൂടാതെ ലോകത്തിൻ്റെ വഴിയിലൂടെ പോയപ്പോൾ നാം നിൽക്കുന്ന അപകടാവസ്ഥ നമുക്ക് മനസ്സിലായില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോഴാണ് എത്ര വലിയ നാശത്തിലാണ് എൻ്റെ നിൽപ്പ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷയ്ക്കായി യേശു ക്രിസ്തുവിലേക്ക് നടത്തി. അപ്പോൾ നമ്മുടെ സകല പാപങ്ങളും ക്രിസ്തുവിനോട് ഏറ്റുപറഞ്ഞു.
അവിടുന്ന് കുരിശിൽ മരിച്ചത് എൻ്റെ വ്യക്തിപരമായ പാപങ്ങൾക്കാണെന്ന് അംഗീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. തുടർന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പിതാവായ ദൈവം തൻ്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനായിട്ടല്ല, ദാസനായിട്ടല്ല, സ്വന്തം മകനായിട്ട് തന്നെ അംഗീകരിച്ചു. എന്നിട്ട് നാം ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ളതിൻ്റെ തെളിവിനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചു. ആ പരിശുദ്ധാത്മാവാണ് നമ്മോട് പറയുന്നത്, നീ ദൈവത്തിൻ്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. യോഹന്നാൻ 16:8. അവൻ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അങ്ങനെ പാപബോധമുണ്ടായി യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പോഴോ, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ നമ്മുടെ ശിക്ഷാവിധി മാറി. നാം ഇപ്പോൾ ദൈവക്രോധത്തിൻ്റെ മക്കളല്ല, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വാത്സല്യ പുത്രന്മാരാണ്. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ ആരംഭിച്ചപ്പോൾ പാപബോധം ഉണ്ടായെന്ന് മാത്രമല്ല, നമ്മളൊക്കെ പണ്ട് നമ്മുടെ സ്വന്തം കഴിവിൽ അഭിമാനിച്ചവരും അഹങ്കരിച്ചവരുമായിരുന്നു. ഞാനത്ര നിസ്സാരക്കാരനൊന്നുമല്ല, എന്നെക്കൊണ്ട് ചിലത് കഴിയുമെന്നുള്ള അഹങ്കാര ചിന്തയാൽ നാം എല്ലാം വഴിതെറ്റിക്കപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് തൻ്റെ ചിന്ത, ഞാൻ മതപരമായി വലിയ ആളാണ്, ഇസ്രായേൽ ജാതിക്കാരനാണ്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനാണ്, പരീശനാണ്, ഇങ്ങനെ തൻ്റെ മതപരമായ കഴിവിലും പാരമ്പര്യത്തിലും അഭിമാനം കൊണ്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നിൽ വന്നു. അപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ക്ഷേതമാണ്. ഇതുവരെ ഞാൻ എന്തിലൊക്കെയാണോ അഹങ്കരിച്ചിരുന്നത്, അഭിമാനിച്ചിരുന്നത്, അതൊന്നും അഭിമാനിക്കാനുള്ള കാര്യങ്ങളേ അല്ല. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം താൻ അതുവരെ ലാഭമായി കരുതിയതൊക്കെ ക്ഷേതമായിട്ട് എണ്ണുവാനായിട്ട് തുടങ്ങി. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുന്ന ഒരു കാര്യം. ക്രിസ്തുവിലേക്ക് നമ്മെ നടത്തുന്നു. പിന്നെ നമ്മുടെ സ്വന്തം കഴിവിലുള്ള ആ ആശ്രയം അത് നിഷ്പ്രയോജനമാണ് എന്നുള്ള കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് താഴ്മ വരുന്നത്. ലോകത്തിൽ അനേകരും അഹങ്കാരികളായി നടക്കുന്നത് പരിശുദ്ധാത്മാവില്ലാത്ത കാരണത്താലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് കാണിച്ചു തരും. നീ ഒന്നുമല്ല, നിന്നെ കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പോൾ മാത്രമേ നമുക്ക് സമ്പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കൂ. അങ്ങനെ താഴ്മയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം തൻ്റെ കൃപ നൽകുന്നത്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചത്, ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല. ദൈവം നമ്മളെ തൻ്റെ വീട്ടിൽ, തൻ്റെ നിത്യമായ ഭവനത്തിൽ തൻ്റെ സ്വന്തം മക്കളായി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഒരു കാളയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിൽ നമ്മെ കൊണ്ട് പണിയെടുപ്പിക്കുകയില്ല. ഒരു കാള നിലം ഉഴുതുമറിക്കുമ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ അതിൻ്റെ ഉടമസ്ഥൻ കാളയെ ക്രൂരമായി മർദ്ദിക്കും, അടിക്കും. ദൈവമക്കളായ നാം ഏതെങ്കിലും രീതിയിൽ ഒരു അബദ്ധം കാണിക്കുമ്പോൾ ഒരു കാളയെ അടിക്കുന്നത് പോലെ ദൈവം നമ്മെ അടിക്കുകയില്ല. മറിച്ച് ഒരു മകനെ അടിക്കുന്നത് പോലെ സ്നേഹത്തോടെ മാത്രമേ അടിക്കുകയുള്ളൂ. മാത്രമല്ല, ഒരു കാളയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിൽ നമ്മെ കൊണ്ട് പണിയെടുപ്പിക്കുകയില്ല ഈ സ്വർഗീയ പിതാവ്. മറിച്ച് ഒരു മകനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിൽ മാത്രമേ പണിയെടുപ്പിക്കുകയുള്ളൂ. കാരണം നാം ഇപ്പോൾ അവിടുത്തെ സ്വന്തം പുത്രനാണ്. നമ്മളെ മക്കളായി ലഭിച്ചതിൽ ഈ സ്വർഗീയ പിതാവിന് നമ്മളെക്കാളും വലിയ സന്തോഷമുണ്ട്. ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ഈ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന ആ ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. 2 തിമോത്തി 1:7. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമുക്ക് ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സമീപിക്കാം, അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. ഈ ഭവനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും നാം ദൈവഭയം ഇല്ലാത്തവരല്ല. ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ആദരവും നിമിത്തം ഒരു പ്രത്യേക ഭയം നമുക്ക് ദൈവത്തോടുണ്ട്.
അടിമത്ത മനോഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഭയമല്ലാതെ നാം പുത്രരാണ്, ഈ സ്വർഗീയ ഭവനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം ആദരവോടുകൂടിയ ഒരു ഭയം എല്ലാ ദൈവമക്കൾക്കും ഈ സ്വർഗീയ പിതാവിനോടുണ്ട്. 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം തരുന്നു. നമ്മുടെ അടിമത്ത മനോഭാവം മാറുന്നു. എന്നാൽ ഇത് നമുക്ക് ബോധിച്ച വണ്ണം ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല തരുന്നത്. നമുക്ക് ബോധിച്ച വണ്ണം ജീവിച്ചാൽ വീണ്ടും നാം പാപത്തിൻ്റെ അടിമകളാകും. പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം എന്താണ്? അത് ദൈവാത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. അടിമത്ത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതിന് വിധേയപ്പെടുക, അതാണ് അടിമത്ത ജീവിതം. സ്വാതന്ത്ര്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ജീവിക്കുക എന്നതാണ്. ഇതാണ് സ്വാതന്ത്ര്യം. അല്ലാതെ ദൈവത്തോട് ഒട്ടും ഭയമില്ലാതെ ജീവിക്കുക, അതല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. റോമാലേഖനം 8:15 വീണ്ടും വായിക്കുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ പുത്രത്വം എന്നുള്ളതിന് ദത്തെടുപ്പ്, അഡോപ്ഷൻ എന്നും കൂടി അർത്ഥമുണ്ട്. എന്താണ് ദത്തെടുപ്പ്? ഒരു ഭാര്യയും ഭർത്താവും, അവർക്ക് മക്കളില്ല. അതുകൊണ്ട് അവർ ഒരു കുഞ്ഞിനെ സ്വന്തം മകനാക്കി ദത്തെടുത്തു. ഇപ്പോൾ ആ കുഞ്ഞിനെ ഇവരുടെ ഭവനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ആ കുഞ്ഞിന് പുതിയ പേര് ലഭിച്ചു, പുതിയ ഒരു അഡ്രസ്സ് ലഭിച്ചു. ആ കുഞ്ഞിനെ ഇവർ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ച് കരുതുകയാണ്. ഇവരുടെ മരണശേഷം ഈ ഭവനത്തിലെ ആ മാതാപിതാക്കളുടെ സകല സ്വത്തിനും ഈ കുഞ്ഞായിരിക്കും അവകാശി. മാത്രമല്ല, ഇനി ഈ മാതാപിതാക്കളുടെ തലമുറ, വംശാവലി ഈ കുഞ്ഞിലൂടെയാണ് അറിയപ്പെടുക. ഇപ്പോൾ എല്ലാ നിയമരേഖകളും ഉണ്ട്. ഈ കുഞ്ഞ് ഇവരുടെ മകനാണ് എന്ന് തെളിയിക്കുന്ന എല്ലാ ഔദ്യോഗിക പ്രമാണങ്ങളും ഇവരുടെ കരത്തിലുണ്ട്. ഇതിനെയാണ് ദത്തെടുക്കൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവം നമ്മളെ ദത്തെടുത്ത് സ്വന്തം മക്കളാക്കി തൻ്റെ ഭവനത്തിൽ നിത്യമായ അംഗത്വം തരിക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. ഒന്നിനും കൊള്ളാത്ത അതിക്രമത്തിലും പാപത്തിലും മരിച്ച നമ്മെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് കഴുകി അങ്ങനെ പിതാവായ ദൈവം നമ്മെ തൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. നിത്യനരകത്തിൽ പാപമുഖാന്തരം കിടക്കേണ്ട നാം നിത്യ സ്വർഗത്തിലാണ് ഇപ്പോൾ വസിക്കാൻ പോകുന്നത്. ഇതിനെയാണ് ദൈവത്തിൻ്റെ മഹാകൃപ എന്ന് പറയുന്നത്. നാം ഇതിന് അർഹരല്ല. നാം ഇവിടെ ദൈവത്തിൻ്റെ മക്കളായത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, ദൈവം നമ്മളെ മക്കളാക്കിയതാണ്. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നു. നാം സ്വന്തം ശക്തിയാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രന്മാരാവുകയില്ല. പക്ഷേ ദൈവം തന്നെ നമ്മളെ സ്വന്തം പുത്രന്മാരാക്കി. നമ്മെ ദൈവം ദത്തെടുത്തു, സ്വന്തം പുത്രന്മാരായിട്ട് നമ്മെ ദത്തെടുത്തു എന്നതിന് ചില വേറെ വാക്യങ്ങൾ കൂടെയുണ്ട്. അത് നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1:4-6 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു.